ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ അന്ന് പൂർത്തിയാക്കാൻ കഴിയാത്ത നമ്മുടെ 8085 മൈക്രോ പ്രൊസസ്സറിൻ്റെ പിന്നുകളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ആർ ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ മെമ്മറി, S0 ആൻഡ് S1. മൂന്ന് സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ മെമ്മറി, പിന്നെ S0 S1. ഇങ്ങനെ 3 പിന്നുകളുണ്ട്. അതിലൂടെയാണ് ഈ സിഗ്നലുകൾ മൈക്രോ പ്രൊസസ്സറിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ മെമ്മറി. എന്താണ് ഈ സിഗ്നൽ കൊണ്ട് ഉദ്ദേശിച്ചത്? This signal is used to differentiate between input, output and memory operations. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ മെമ്മറി ഓപ്പറേഷൻ ആണോ നടക്കേണ്ടത് എന്നതിനെ കുറിച്ച് അതിൻ്റെ ഇടയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സിഗ്നലാണിത്. എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന സിഗ്നൽ ഹൈ ആണെങ്കിൽ, ഈ പിന്നിൽ വരുന്ന സിഗ്നൽ ഹൈ ആണെങ്കിൽ അഥവാ 1 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് സഹായിക്കുക. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കാനും അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മുടെ റിസൾട്ട് കൊടുക്കാനും അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഹൈ ആയി കഴിഞ്ഞാൽ ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പിന്ന് ഉപയോഗിക്കുന്നത്. ഇനി അവിടെ ലോ ആണെങ്കിലോ, വെൻ ഇറ്റ് ഈസ് ലോ ഇറ്റ് ഇൻഡിക്കേറ്റ് മെമ്മറി ഓപ്പറേഷൻ. ആ സിഗ്നൽ ലോ ആണ് കാണിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ സ്വീകരിക്കേണ്ടത് മൈക്രോ പ്രൊസസ്സർ അവിടെയുള്ള അതിൻ്റെ മെമ്മറിയിൽ നിന്ന് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റകൾ എന്ത് ചെയ്യും? ആക്സസ് ചെയ്യും. മെമ്മറി ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ വ്യത്യാസം, ആ സിഗ്നൽ എന്താണോ ഹൈ ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് അഥവാ ഡാറ്റ സ്വീകരിക്കുകയും ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് കൊടുക്കുന്ന രീതിയിൽ. ഇനി അവിടെ ലോ ആണെങ്കിൽ, ആ പിന്നിൽ വരുന്ന സിഗ്നൽ ലോ ആണെങ്കിൽ മൈക്രോ പ്രൊസസ്സറിന് മനസ്സിലാവും എനിക്ക് ഡാറ്റകൾ മെമ്മറിയിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഈ 2 പിന്നുകൾ തമ്മിലുള്ള ഇതിൻ്റെ ഉപയോഗം. ഇനി നെക്സ്റ്റ് S1 ആൻഡ് S0. ഇത് ഏത് ടൈപ്പ് ഓപ്പറേഷനാണ് നടക്കേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നുകൾ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് ഏത് തരത്തിലുള്ള ഏത് ടൈപ്പാണ് എന്ന് അതിന് മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന 2 സിഗ്നലുകളാണ് S1 ആൻഡ് S0. ഇനി നെക്സ്റ്റ് പവർ സപ്ലൈയുടെ സിഗ്നലുണ്ട്. പവർ സപ്ലൈ ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ 2 പവർ സപ്ലൈ സിഗ്നലാണുള്ളത്. VCC എന്നൊരു പിന്ന് കാണാൻ കഴിയും, VSS. അപ്പോൾ ഇവിടെ VCC ഉപയോഗിക്കുന്നത് VCC ഇൻഡിക്കേറ്റ്സ് +5 വോൾട്ട് പവർ സപ്ലൈ. ആ പ്രൊസസ്സറിലേക്ക് വേണ്ട സപ്ലൈ അഥവാ 5 വോൾട്ട് DC അത് ഈ VCC വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ഇനി അതുപോലെ ഏതൊരു ഡിവൈസിനും VCC ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഗ്രൗണ്ട് പിന്നും ഉണ്ടാവും. അപ്പോൾ അതിനവിടെ VSS എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ആ VSS എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് പിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് സിഗ്നലിനെ സൂചിപ്പിക്കാൻ VSS എന്ന പിന്നും നാം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് പവർ സപ്ലൈ സിഗ്നൽസ്. നെക്സ്റ്റ് ക്ലോക്ക് സിഗ്നൽസ് ആണ്. പറഞ്ഞു കഴിഞ്ഞു, ഇത് രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്.
രജിസ്റ്റേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോക്ക് സിഗ്നൽ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ മൈക്രോ പ്രോസസ്സറിൽ തന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാകും. ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിച്ചാണ് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ക്ലോക്ക് സിഗ്നലുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരം ക്ലോക്ക് സിഗ്നൽസ് 3 തരം സിഗ്നലാണുള്ളത്. 3 തരം പിന്നുകൾ, X1, X2 ആൻഡ് ക്ലോക്ക് ഔട്ട്. അപ്പോൾ ഈ X1 ആൻഡ് X2 ആണ് ആദ്യം പറയാൻ പോകുന്നത്. X1 ആൻഡ് X2 അതൊരു ക്രിസ്റ്റൽ ഓസിലേറ്ററിന് ക്രിസ്റ്റൽ RC LC നെറ്റ്വർക്ക് ആവാം, റെസിസ്റ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ നെറ്റ്വർക്ക്, അത് ഉപയോഗിച്ചുള്ള ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആവാം. These 2 pins are used to set frequency of the internal clock generator. Internal clock generator. These 2 pins is used ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടു സെറ്റ് ഫ്രീക്വൻസി ഓഫ് ദ ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്റർ. അതാ ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്റർ അതിന് വേണ്ടിയുള്ള ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏത് ഫ്രീക്വൻസിയിലാണോ ആ ക്ലോക്ക് ജനറേറ്റർ സിഗ്നൽ തരേണ്ടത്, നമുക്ക് ഏത് ഫ്രീക്വൻസിയിലാണോ ഏത് റേഞ്ചിലാണോ വേണ്ടത് എന്നുള്ള ഫ്രീക്വൻസി അത് സെറ്റ് ചെയ്യാനാണ് ഈ X1 ആൻഡ് X2 ഉപയോഗിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? ഈ തരുന്ന ഫ്രീക്വൻസി ഇൻറ്റേർണലി ഡിവൈഡ് ബൈ 2 രണ്ടായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്നിട്ട് X1ലേക്കും X2ലേക്കും കൊടുക്കുന്നു. ഈ ക്ലോക്ക് സിഗ്നൽ വെച്ചാണ് എന്ത് ചെയ്യുക? ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻറ്റേർണലായിട്ട് ക്ലോക്ക് ജനറേറ്റർ ഉണ്ടാവും. ആ ക്ലോക്ക് ജനറേറ്റർ അതിലേക്ക് വേണ്ട ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനാണ് X1 X2 എന്നീ 2 പിന്നുകൾ അല്ലെങ്കിൽ ആ സിഗ്നലുകൾ ഉപയോഗിക്കുന്നത്. ആ എത്രയാണോ ഫ്രീക്വൻസി ലഭിച്ചത് അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് അത് X1ലേക്കും X2ലേക്കും കൊടുക്കുന്നു. അതാണ് X1 X2. അത് ക്ലോക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ. ഇനി ഇതിൽ ക്ലോക്ക് ഔട്ട് ഉണ്ട്. ഇത് എന്തിനെന്ന് വെച്ചാൽ ഈ ഡിവൈസുമായി മൈക്രോ പ്രോസസ്സറുമായി വേറെ ഏതെങ്കിലും ഡിവൈസ് ഇൻ്റർഫേസിങ് നടത്തുമ്പോൾ അപ്പോൾ ആ ഡിവൈസിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ക്ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നാണ് ക്ലോക്ക് ഔട്ട്. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ക്ലോക്ക് സിഗ്നൽ എടുത്തിട്ട് ഇനി അതിനോട് ഇൻ്റർഫേസ് ചെയ്യുന്ന ഏത് ഡിവൈസും ആ ഡിവൈസിന് വർക്ക് ചെയ്യാൻ ക്ലോക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്ന സിഗ്നലാണ് ക്ലോക്ക് ഔട്ട് എന്നുള്ള സിഗ്നൽ. നെക്സ്റ്റ് റെഡി സിഗ്നൽ. ഈ സിഗ്നൽ മനസ്സിലാക്കുന്നത് ഈ ഡിവൈസ് ഒരു ഡാറ്റയെ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ റെഡിയാണോ എന്ന് അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന സിഗ്നലാണ് റെഡി സിഗ്നൽ. ഈ സിഗ്നൽ ലോ ആണെങ്കിൽ, റെഡി ഈസ് ലോ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? CPU അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ സിഗ്നൽ ഹൈ ആവുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഹൈ ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഡാറ്റയെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ സെൻഡ് ചെയ്യാനോ ഡിവൈസിന് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ നിലവിൽ ലോ ആണെങ്കിൽ അത് ഹൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യണം. ലോയിൽ തുടരുകയാണെങ്കിൽ ഈ ഡിവൈസിന് എന്ത് പറ്റില്ല? ഡാറ്റയെ സ്വീകരിക്കാനോ അതിനെ സെൻഡ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതാണ് റെഡി സിഗ്നലിൻ്റെ ഉപയോഗം. നെക്സ്റ്റ് ഹോൾഡ് സിഗ്നലാണ്. This signal indicates that another master is requesting the use of the address and data buses. ഈ സിഗ്നൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്?
വേറെ ഒരു മാസ്റ്ററെ റിക്വസ്റ്റ് ചെയ്യാണ് അഡ്രസ്സിൻ്റെയും ഡാറ്റാ ബസ്സിൻ്റെയും ഉപയോഗത്തിന് വേണ്ടിയിട്ട്, ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പേര് തന്നെ ഉണ്ട്. അപ്പോൾ അത്തരം സിഗ്നലാണ് ഹോൾഡ് സിഗ്നൽ. അപ്പോൾ അതായത് പിന്നുകൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക ഏതാണ് റെഡി, ഏതാണ് ഹോൾഡ്, മുമ്പ് പറഞ്ഞ സിഗ്നലുകൾ ഏതൊക്കെയാണെന്നൊക്കെ, ഏത് പിന്നിലാണ് വരുന്നതൊക്കെ നോക്കാം. നെക്സ്റ്റ് HLD ആണ്. HLDA ഹോൾഡ് അക്നോളജ് എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് CPU എന്തായിരിക്കും, ഒരു ഹോൾഡ് റിക്വസ്റ്റിനെ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസീവ് ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ ഹോൾഡിൻ്റെ അക്നോളജ് ആയിട്ടാണ് HLDA എന്നുള്ള പിന്നെ ഉപയോഗിക്കുന്നത്. ഇനി HLDA ഹൈ ആണെങ്കിലാണ് എന്ത് മനസ്സിലാക്കേണ്ടത്, ഒരു ഹോൾഡ് അക്നോളജ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അത് ലോ ആണെങ്കിൽ എന്തായിട്ടുണ്ടാവും, ആ ഹോൾഡ് സിഗ്നൽ റിമൂവ് ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹോൾഡ് സിഗ്നൽ ഒരു മാസ്റ്ററെ റിക്വസ്റ്റ് ചെയ്യാനാണ്, അനദർ മാസ്റ്റർ ഈസ് റിക്വസ്റ്റിംഗ് ആണ്. അപ്പോൾ അത്തരം ഹോൾഡ് സിഗ്നൽ സെറ്റായിട്ടുണ്ടോ എന്ന് സൂചിപ്പിക്കാനാണ് HLDA ഉപയോഗിക്കുന്നത്. അത് ലോ ആണെങ്കിൽ അവിടെ ഒരു ഹോൾഡ് ഉണ്ടാവും. ഇനി ലോ ആണെങ്കിൽ അവിടെ ഹോൾഡ് ഉണ്ടാവില്ല, ഹോൾഡ് സിഗ്നൽ ഈസ് റിമൂവ്ഡ് ആണ്. ഇനി അത് ഹൈ ആണെങ്കിൽ അവിടെ ഒരു ഹോൾഡ് സിഗ്നൽ എത്തിയിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റാണ് ഇൻ്ററപ്റ്റ്സ് ആൻഡ് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസ്. ഈ ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഇടക്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഡാറ്റകൾ ഇൻപുട്ട് പോയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റകളെയാണ് ഇൻ്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള പ്രോഗ്രാം അവിടെ നിർത്തി വെച്ചിട്ട് എന്താണോ കൊടുക്കേണ്ടത് ആ ഡാറ്റ എന്ത് ചെയ്യും, ഇൻ്ററപ്റ്റ് പിൻ വഴി അല്ലെങ്കിൽ സിഗ്നൽ വഴി സ്വീകരിക്കും. അതാണ് ഇൻ്ററപ്റ്റ്സ് ആൻഡ് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽ. എക്സ്റ്റേണലായിട്ട് ഇനീഷ്യേറ്റഡ് കൊടുക്കുന്ന സിഗ്നലുകളും അതാണ് ഇവിടെ പറയുന്നത്. ഇൻ്ററപ്റ്റ്സ് ആർ സിഗ്നൽസ് ജനറേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഡിവൈസ്. എക്സ്റ്റേണൽ ഡിവൈസ് ആണ് അത് ജനറേറ്റ് ചെയ്യുക. ഇൻ്ററപ്റ്റ്സ് റിക്വസ്റ്റ് ദ മൈക്രോപ്രൊസസ്സർ ടു പെർഫോം എ ടാസ്ക്. ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ എന്താണോ ആ ഇൻ്ററപ്റ്റിൽ മെസ്സേജായി കൊടുക്കുന്നത് അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഡിവൈസ് വഴി കൊടുക്കുന്ന സിഗ്നലാണ്. എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഗ്രാമിനനുസരിച്ച് ഡിവൈസ് വർക്ക് ചെയ്യുകയായിരിക്കും, പക്ഷേ അതിനിടക്ക് വെച്ചിട്ട് നമുക്ക് വേണ്ട എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, അപ്പോൾ നിലവിലുള്ള പ്രോഗ്രാംസിൻ്റെ റീഡിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ്, അതനുസരിച്ചുള്ള വർക്കിംഗ് തൽക്കാലമായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ഈ ഇൻ്ററപ്റ്റിനെ സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഇൻ്ററപ്റ്റ് ഒന്നുകിൽ ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള ഡാറ്റകൾ പിന്നീട് എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, ഏത് രീതിയിലാവാം. അപ്പോൾ അതാണ് ഇൻ്ററപ്റ്റ്സ്. അപ്പോൾ മെയിനായിട്ട് 5 തരത്തിലുള്ളത്, 5 തരം ഇൻ്ററപ്റ്റ് പിന്നുകളുള്ളത്. ഒന്ന് TRAP, 2 RST 7.5, RST 6.5, RST 5.5 ആൻഡ് INT-R. അപ്പോൾ ഇൻ്ററപ്റ്റ് സിഗ്നൽസിൽ എന്ത് ചെയ്യുക, ഇൻ്ററപ്റ്റ് സിഗ്നൽസിനെ കുറിച്ച് ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യും, ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യും ഈ ഓരോ പിന്നെ എന്താണ് ഓരോന്നിൻ്റെ ഉപയോഗം എന്നുള്ളത്. ഇനി INT-A ആണ്. INT-A ഇറ്റ് ഈസ് ആൻ ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HLDA പോലെ തന്നെ ഇൻ്ററപ്റ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഡിവൈസിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിഗ്നൽ. എന്ന് പറഞ്ഞാൽ ലോ ആണെങ്കിൽ അവിടെ ഇൻ്ററപ്റ്റ് ഇല്ല, അവിടെ INT-A ഹൈ ആണെങ്കിൽ അവിടെ ഒരു ഇൻ്ററപ്റ്റ് സിഗ്നൽ വന്നിട്ടുണ്ട് എന്നാണ് ഡിവൈസിന് അതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് INT-A. നെക്സ്റ്റ് റീസെറ്റ് ഇൻ ആൻഡ് റീസെറ്റ് ഔട്ട്. ഈ പിന്നുകളൊക്കെ എക്സ്റ്റേണൽ ഇനീഷ്യേറ്റഡ് സിഗ്നൽസ് ആണ്. റീസെറ്റ് ഇൻ, അപ്പോൾ ആദ്യം റീസെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം കൗണ്ടർ എന്ന ഒരു ടേം ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ
അത് ഉപയോഗിച്ചിട്ട് മൈക്രോ പ്രോസസ്സറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിഗ്നലാണ് റീസെറ്റ് ഇന്ന്. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന ഭാഗം പിന്നീട് വരുന്നുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ചുരുക്കത്തിൽ റീസെറ്റ് ഇൻ പിൻ ഉപയോഗിക്കുന്നത് മൈക്രോ പ്രോസസ്സറിനെ പ്രോഗ്രാം കൗണ്ടർ PC എന്ന കൗണ്ടർ അത് ഉപയോഗിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണെന്ത്, അല്ല അതിനുപയോഗിക്കുന്ന സിഗ്നലാണ് റീസെറ്റ് ഇൻ. ഇനി റീസെറ്റ് ഔട്ട്, ഇതെന്ന് പറയുമ്പോൾ ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ടു റീസെറ്റ് ഓൾ ദി കണക്റ്റഡ് ഡിവൈസ് വെൻ ദ മൈക്രോ പ്രോസസ്സർ ഈസ് റീസെറ്റ്. മൈക്രോ പ്രോസസ്സർ റീസെറ്റ് ആകുമ്പോൾ ഇപ്പോൾ മുകളിൽ പറഞ്ഞു റീസെറ്റ് ഇന്ന് ആ പിന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സിഗ്നൽ ഉപയോഗിച്ച് മൈക്രോ പ്രോസസ്സറിനെ റീസെറ്റ് ആക്കും. റീസെറ്റ് ആക്കുക പറഞ്ഞാൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഒഴിവാക്കുക, അത് റീസെറ്റ് ചെയ്യുക, സ്റ്റാർട്ടിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത്തരം പ്രക്രിയ ചെയ്യുമ്പോൾ ഈ ഡിവൈസിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി റീസെറ്റ് ഔട്ട് പിന്നെ ഉപയോഗിക്കുന്നു. മൈക്രോ പ്രോസസ്സർ റീസെറ്റ് ആവുന്നതോടുകൂടെ ആ ഡിവൈസുകൾ എന്ത് ചെയ്യണം, മൈക്രോ പ്രോസസ്സറിനോട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളും റീസെറ്റ് ആവണം. അപ്പോൾ അതിനാണ് റീസെറ്റ് ഔട്ട് പിന്നെ ഉപയോഗിക്കുന്നത്. ഇനി സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ്. ഇവിടെ മെയിനായിട്ട് 2 സീരിയൽ സിഗ്നലുകളുള്ളത്. ഒന്ന് SID ആൻഡ് SOD. ഇത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 2 സിഗ്നലുകൾ. SOD എന്ന് പറയുമ്പോൾ സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റ ലൈൻ. ദ ഔട്ട്പുട്ട് SOD is set or reset as specified by the SIM instruction. എന്ന് പറഞ്ഞാൽ SOD സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റ ലൈനാണ്. ഈ SOD പിന്നെ സെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് ആവും. ഇതനുസരിച്ച് സ്പെസിഫൈഡ് ബൈ സിം ഇൻസ്ട്രക്ഷൻ, സിം മൊഡ്യൂളിന് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, അത് സെറ്റോ റീസെറ്റ് ആവും. എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡാറ്റകൾ സീരിയലായിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിന് റീസെറ്റ് അനുസരിച്ചായിരിക്കും സിഗ്നൽ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇനി SID ആണ്, സീരിയൽ ഇൻപുട്ട് ഡാറ്റ ലൈന്. ഇതുപോലെ തന്നെയാണ്. അവിടെ റിം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ്. മറ്റേത് സിമ്മാണ്, മറ്റേത് റിമ്മാണ്. അപ്പോൾ സിമ്മും റിമ്മൊക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ സിം ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, SID സെറ്റ് ചെയ്യുന്നത്. സീരിയൽ ഇൻപുട്ട് ഡാറ്റ ലൈനാണ്. എന്ന് പറഞ്ഞാൽ സീരിയലായിട്ട് ഇൻപുട്ട് ഡാറ്റകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട്. SOD ആകുമ്പോൾ സീരിയലായിട്ട് ഔട്ട്പുട്ട് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ആ 2 പിന്നുകളാണ് SOD ആൻഡ് SID. ഒന്ന് സിം ഇൻസ്ട്രക്ഷനാണ്, മറ്റേത് റിം. SID റിം ഇൻസ്ട്രക്ഷനാണ്. ഇനി അടുത്തത് പറയാനുള്ളത് CPU ആർക്കിടെക്ചറാണ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷണൽ ബ്ലോക്സ് ആണ്. CPUവിൻ്റെ 8085 എന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ അതിൻ്റെ CPUവിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്സുമാണ്. അപ്പോൾ ഇതാണ് ആർക്കിടെക്ചർ. ഇതിലൊരുപാട് ബ്ലോക്കുകൾ കാണാനുണ്ട്. ചിലതൊക്കെ വായിക്കാം. ഇവിടെ ഒരു അക്യുമുലേറ്റർ ഉണ്ട്, ടെമ്പററി രജിസ്റ്റർ ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്ററാണ്, അതിന് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളാണ്. അവിടെ പറഞ്ഞ് SID ആൻഡ് SOD സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻ്ററപ്റ്റ് കൺട്രോളാണ്, നമ്മൾ പറഞ്ഞ ഇൻ്ററപ്റ്റ് സിഗ്നലൊക്കെ ഇവിടെ വരും. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡിങ്, പ്രോഗ്രാമിനെ സ്വീകരിച്ചിട്ട് അതിനെ എന്ത് ചെയ്യാൻ, ഡീകോഡ് എൻകോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം. ഇവിടെ പവർ സപ്ലൈ ഭാഗമുണ്ട്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഉണ്ട്, അഡ്രസ് ബഫർ, ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ലാച്ച്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്റർ, പിന്നെ BCDEHL എന്നൊക്കെ അറിയപ്പെടുന്ന
രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നായിട്ട് പറയും. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ CPU ആർക്കിടെക്ചറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ അതിലൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അക്യുമുലേറ്റർ എന്ന ഭാഗം പറഞ്ഞിരുന്നു. അക്യുമുലേറ്റർ ഇതൊരു 8-bit രജിസ്റ്ററാണ്. അരിത്മെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന അക്യുമുലേറ്റർ എന്ന ഒരു രജിസ്റ്റർ. ഇത് 8-bit ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ 8-bit ഡാറ്റകളാണ് ഇവിടെ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. മാത്രമല്ല ഔട്ട്പുട്ട് ഇറ്റ് സ്റ്റോർഡ് ദ ഔട്ട്പുട്ട് ഓഫ് എനി ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ നടന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു അഡീഷൻ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ 3 + 5 എന്ന 2 ഡാറ്റകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എന്നുള്ള 80 എന്നുള്ളത് ഈ അക്യുമുലേറ്ററിലാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഇറ്റ് ആൾസോ വർക്ക്സ് ആസ് രജിസ്റ്റേഴ്സ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ്. നമ്മൾ ഒരു എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഡാറ്റകൾ ഡയറക്റ്റായിട്ട് അക്യുമുലേറ്ററാണ് സ്വീകരിക്കുക. അപ്പോൾ ആ അക്യുമുലേറ്റർ വഴിയാണ് എന്ത് ചെയ്യുക, ഡാറ്റകൾ സ്വീകരിക്കാനും അതുപോലെ നമ്മൾ ഒരു റിസൾട്ട് പുറത്തെ ഡിവൈസിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതും അക്യുമുലേറ്റർ വഴി എന്ത് പറ്റുള്ളൂ, കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ടെമ്പററി രജിസ്റ്റർ. ഇറ്റ് ഈസ് എ 8-bit രജിസ്റ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഡാറ്റ ടെമ്പററിലി ഓൺ വിച്ച് ദ അക്യുമുലേറ്റർ കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്യുമുലേറ്ററിന് വേണ്ട ഡാറ്റകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കാം, 2 ഡാറ്റകൾ ആഡ് ചെയ്യണം. അപ്പോൾ 3 + 5 ആണെങ്കിൽ ആ 3ഉം 5ഉം ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കുക ഈ ടെമ്പററി രജിസ്റ്ററിലാണ്. അതിനെ എന്ത് ചെയ്യും, അക്യുമുലേറ്റർ സ്വീകരിച്ചിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യും, ഓപ്പറേഷൻസ് നടത്തിയിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് ഈ ടെമ്പററി രജിസ്റ്റർ. അക്യുമുലേറ്ററിന് ആവശ്യമായ ഡാറ്റകൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഓപ്പറൻ്റ് രജിസ്റ്റർ. ഓപ്പറൻ്റ് രജിസ്റ്റർ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നത്. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞു ആ ഇതിൽ അഡീഷനിൽ ആ 2 ഓപ്പറൻസ് എന്ത് ചെയ്യും, ഇവിടെയാണ് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അക്യുമുലേറ്ററിന് വേണ്ട അല്ലെങ്കിൽ ALUവിന് വേണ്ട ഭാഗങ്ങൾ അല്ല ഡാറ്റകൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ടെമ്പററി രജിസ്റ്റർ. പിന്നെ ഒരുപാട് രജിസ്റ്റേഴ്സിനകത്ത് കണ്ടു, B, C, D, E, H, L ആ ബ്ലോക്കിൽ കണ്ടിട്ടുണ്ടാവും. ഇത്ര രജിസ്റ്റേഴ്സ്, ഇതൊക്കെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. ഓരോന്നും 8-bit ആണ് ഓരോന്നിൻ്റെയും കപ്പാസിറ്റി. 8-bit ഡാറ്റകളാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യില്ല, പെർമനൻ്റ് ആയിട്ട് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കൂല. അവിടെ ഒരു പ്രോഗ്രാമിന് ആവശ്യമായ ഡാറ്റകൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനും അത് ആവശ്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഇത്തരം രജിസ്റ്റേഴ്സ് B, C, D, E, H and L. അപ്പോൾ പറഞ്ഞു 8-bit ഡാറ്റകളാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലെ ഡാറ്റകൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ആ 6 രജിസ്റ്റേഴ്സ് B, C, D, E, H and L അതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഒക്കെ 8-bit. ഇനി ഇതെന്ത് പറ്റും, 2 പെയറായിട്ട് നിന്നിട്ട് 16-bit ഡാറ്റകൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ സ്വീകരിക്കാം. കാരണം 2 8-bitകളാണ്. അതിന് 6 ഉള്ളത് 2 വീതം പെയറായിട്ട് എന്ത് ചെയ്യാം, 16 ഡാറ്റകൾ വരെ അതിന് എന്ത് ചെയ്യുക, അതിന് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ പെയർ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഒന്നുകിൽ BC, DE അല്ലെങ്കിൽ HL ഇങ്ങനെയാണ് പെയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ Bക്ക് പോയിട്ട് Dനോടോ അല്ലെങ്കിൽ Cക്ക് Eനോടോ വേറെ ഏതെങ്കിലും കോമ്പിനേഷനിൽ പറ്റൂല. ഈ ഒരു കോമ്പിനേഷനിൽ മാത്രം പെയർ പറ്റുള്ളൂ, BC, DE and HL.
ഈ രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, യൂസറിന് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സാണ് എന്ത്, BCDE, BCDEHL എന്നീ രജിസ്റ്റേഴ്സ്. അതിൻ്റെ ഒരു പെയറിൻ്റെ രൂപം കാണിച്ചിട്ടുള്ളത് നോക്കാം. ഇതിൽ അക്യുമുലേറ്റർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് 8 ബിറ്റാണ്. ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്, പിന്നീട് പറയുന്നുണ്ട്. BCDEHL എല്ലാം 8 ബിറ്റുകളാണ്. ഇനി പറയാനുള്ള സ്റ്റാക്ക് പോയിൻ്ററും പ്രോഗ്രാം കൗണ്ടറും ഉണ്ട്, അതൊക്കെ 16 ബിറ്റുകളാണ്, അത് പിന്നീട് പറയും. ഇവിടെ ഡാറ്റ ബസ് ഉണ്ട്. ഡാറ്റ ബസ് എന്ന് പറയുന്നത് 8 ലൈൻസാണ്, ഡാറ്റകൾ സ്വീകരിക്കാനും അതുപോലെ ഔട്ട്പുട്ട് എടുക്കാനുള്ള. അത് എന്തായിരിക്കും, 2 പാത്ത് ആയതുകൊണ്ട് ഡാറ്റകൾ റിസീവ് ചെയ്യും വേണം, സെൻഡ് ചെയ്യും വേണം, ബൈ ഡയറക്ഷനിലായിരിക്കും. 8 ലൈൻസാണുള്ളത്. ഇവിടെ അഡ്രസ് ലൈൻസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്. അഡ്രസ് ബസ്സിന് താഴെ അത് 16 ലൈൻസാണ്, അത് യൂണി ഡയറക്ഷനാണ്, അഡ്രസ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തായിരിക്കും, ഒറ്റ ഡയറക്ഷനിൽ എന്തേ ഉള്ളൂ, അവിടെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആ പെയർ പറഞ്ഞു, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ബിക്കും സിക്കും എന്ത് ചെയ്യാം, പെയർ ആവാം, അങ്ങനെ 16 ബിറ്റ് ആവാം. ഡിക്കും ഇക്കും പെയറായിട്ട് 16 ബിറ്റായിട്ട് പെർഫോം ചെയ്യാം. എച്ചിനും എല്ലിനും എന്ത് ചെയ്യാം, പെയറായിട്ട് 16 ബിറ്റായിട്ട് പെർഫോം ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രൂപം വരുന്നത്. അക്യുമുലേറ്ററാണ് ആദ്യം പറഞ്ഞത്, ഫ്ലാഗ് രജിസ്റ്റേഴ്സിന് പറയാനിരിക്കുന്നതാണ്. ബാക്കിയുള്ള രജിസ്റ്റേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാക്ക് പോയിൻ്ററും പ്രോഗ്രാം കൗണ്ടറും ഇനി തുടർന്ന് വരുന്നതാണ്. ഇനി ആ ബ്ലോക്കിൽ ALU പറഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു, ALU അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. അതിനാണ് അരിത്മെറ്റിക്കും ലോജിക്കും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലോക്കാണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ഇവിടെ നടക്കുന്ന ഇതിനനുസരിച്ചുള്ള ഡാറ്റകൾ അവസാനം അത് സ്റ്റോർ ചെയ്ത് വെക്കുക അക്യുമുലേറ്ററിലായിരിക്കും. അരിത്മെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അക്യുമുലേറ്ററിലായിരിക്കും. ഇനി ഫ്ലാഗ് രജിസ്റ്ററാണ്. ഫ്ലാഗ് രജിസ്റ്റർ, ഈ ഫ്ലാഗ് രജിസ്റ്ററായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. അത് സെറ്റ് റീസെറ്റ് അനുസരിച്ചാണ് ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അക്യുമുലേറ്ററിൽ റിസൾട്ട് ഉള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസൾട്ടിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു സ്റ്റാറ്റസ് കാണിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. അത് ALUവിനോട് കണക്ട് ചെയ്തിരിക്കുന്നൊരു രജിസ്റ്ററാണ് ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ മെയിനായിട്ട് 5 തരം ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഓരോ രജിസ്റ്ററിനും ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റക്കനുസരിച്ചാണ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് ഉണ്ടാവുക. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റീസെറ്റ് സെറ്റ് സ്റ്റാറ്റസിനനുസരിച്ചാണ് അതിൻ്റെ ആ ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കുക, അത് 8 ബിറ്റാണ്. അപ്പോൾ അതിൽ ഇവിടെ ഉണ്ട് S, Z, AC, P, CY. അപ്പോൾ ഒന്ന് സൈൻ ഫ്ലാഗാണ് S എന്ന് പറയുന്നത്, Z ഫ്ലാഗാണ്, AC ഓക്സിലറി ക്യാരി ഫ്ലാഗാണ്, P പാരിറ്റി ഫ്ലാഗാണ്, CY ക്യാരി ഫ്ലാഗാണ്. ഇതാണ് അതിൻ്റെ ഘടന. നോക്കാം, ഫസ്റ്റ് സൈൻ ഫ്ലാഗ് S എന്ന് പറയും. സൈൻ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ടു D7-ലാണുള്ളത്. റിസൾട്ട് ഒന്നാണെങ്കിൽ സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യും. D7 1 ആണെങ്കിൽ നമ്പർ എന്താണ്, ആ സെറ്റ് ചെയ്തതനുസരിച്ച് D7 1 ആണെങ്കിൽ നമ്പർ നെഗറ്റീവാണെന്ന് മനസ്സിലാക്കുക. ഇനി D7 0 ആണെങ്കിൽ അതിലുള്ള നമ്പർ എന്താണ്, അതിലുള്ള നമ്പർ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഈ നെക്സ്റ്റ് 0 ഫ്ലാഗാണ്.
സീറോ ഫ്ലാഗ് സെഡ്. അത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസൾട്ട് 0 ആണെങ്കിൽ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണ്? ഫ്ലാഗ് റീസെറ്റ് ചെയ്യാണ്. റീസെറ്റ് ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിലെ ഡാറ്റയുടെ സ്റ്റാറ്റസ് 0 അല്ലെങ്കിൽ നോൺ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. അതാണ് സീറോ ഫ്ലാഗ്. നെക്സ്റ്റ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറയുമ്പോൾ AF. അപ്പോൾ ആ ഫിഗർ നമ്മൾ കണ്ടു. ഈ D3യിൽ നിന്ന് ഒരു ഡാറ്റ D4ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഓക്സിലറി ഫ്ലാഗ് വർക്ക് ചെയ്യും. D3യിൽ നിന്ന് D4ലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഓക്സിലറി ഫ്ലാഗ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്? അത് റീസെറ്റാണ്. ഡാറ്റ മൂവ് ചെയ്തില്ലെങ്കിൽ അത് റീസെറ്റ് ആയിരിക്കും ഓക്സിലറി ഫ്ലാഗ്. അപ്പോൾ ക്യാരി മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓക്സിലറി ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പാരിറ്റി ഫ്ലാഗാണ്. നമ്പർ ഓഫ് വൺസ്. അപ്പോൾ റിസൾട്ടിൽ വൺസ് ഉണ്ടാവുമല്ലോ, അത് ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസൾട്ടിൻ്റെ അതിലുള്ള വൺസിൻ്റെ നമ്പർ, വൺസ് നമ്പർ അത് ഈവൻ ആണെങ്കിൽ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓഡാണെങ്കിൽ റീസെറ്റ് ചെയ്യും. ഇനി ക്യാരി ഫ്ലാഗാണ്. അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസൾട്ട്, ആ റിസൾട്ട് അതിൽ ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഫൈനൽ റിസൾട്ടിൽ എന്തുണ്ടാവും? ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഓക്സിലറി ക്യാരി ഫ്ലാഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഓക്സിലറി ക്യാരി എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ ക്യാരി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തിൽ നിന്ന് അടുത്ത ഡിജിറ്റിലേക്ക്, ഒരു ഡിജിറ്റിൽ നിന്ന് അടുത്ത ഡിജിറ്റിലേക്ക് ക്യാരി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓക്സിലറി ഫ്ലാഗ് ഉപയോഗിക്കുന്നു. ഇനി ഫൈനൽ റിസൾട്ടിൽ ക്യാരി ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ക്യാരി ഫ്ലാഗും ഉപയോഗിക്കുന്നു. ഇതാണ് ഫ്ലാഗുകളുടെ ഉപയോഗം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പോർഷനിൽ പറയാനുള്ളത്. ഇനി ഈ ബ്ലോക്കിൽ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്റർ തുടങ്ങി കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.